നമ്മൾ മരിച്ചാലും അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരണം. നമ്മൾ മരിച്ച ഖബറിൽ കിടക്കുമ്പോഴും അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു തലമുറ നമ്മളിലൂടെ വളർന്നു വരണം ഉമ്മമാരെ. അത് നമ്മളെ ഖബറിൽ ആനന്ദമാണ്, ആഹ്ലാദമാ. നമ്മളെ മക്കളും മക്കളെ മക്കൾ ചെയ്യുന്ന അമലുകളുടെ ഒക്കെ ഒരംശം ഉമ്മ നമ്മളെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും, ഉപ്പ നമ്മളെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനു വേണ്ടി നാം ചെയ്യേണ്ടത് നമ്മളെ മക്കളെ അല്ലാഹുവിനെ പേടിക്കുന്ന മക്കളായി വളർത്തലാ. അതിന് വേണ്ടുന്ന അവസരങ്ങൾ ഏതാണ്? അത് ഉപയോഗപ്പെടുത്തലാ. ായി കൃത്യമായി മദ്രസ പഠിപ്പിക്കുക. അല്ലാഹു നമ്മളെ മക്കൾക്ക് ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. SKSF എന്ന വിദ്യാർത്ഥി സംഘടനക്ക് 3 മുദ്രാവാക്യമാണ്. SKSF എന്ന് പറയുന്ന സംഘടനക്ക് 3 മുദ്രാവാക്യം. ഒന്ന് വിജ്ഞാനം, പഠിക്കണം 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 എന്നുള്ളതാണ്. എല്ലാം പഠിക്കാം, എല്ലാം പഠിക്കാം. വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരണം. എല്ലാ രംഗത്തും വിദ്യാഭ്യാസപരമായി വളരണം. അത് ആവശ്യമാണ്. പീഡയായ SKSF നടത്തിയ ഏറ്റവും വലിയ ഒരു സന്ദേശ ജാഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മുടെ സമൂഹത്തെ വിദ്യാഭ്യാസപരമായി വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രോത്സാഹനവും പ്രചോദനവും നൽകിയ ഒരു യാത്ര ക്യാമ്പയിൻ സംഘടിപ്പിച്ചു SKSF. എന്തേ കാരണം? നമ്മുടെ ഇസ്ലാം മുസ്ലിമീങ്ങളായ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാകണം. നമ്മുടെ ഓഫീസുകളിലും ഉന്നത തലങ്ങളിലും അഭിമാനത്തോടുകൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരുണ്ടായാലേ ഈ വർഗീയ ഫാസത്തെയും ഇസ്ലാമിനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയും പ്രതിരോധിക്കാൻ നമുക്ക് കഴിയൂ. ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ പലരും എന്ന് ഉപയോഗപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ്. ഏത് തലങ്ങളിലും എത്തിച്ചേരാൻ പര്യാപ്തരായ വിദ്യാസമ്പന്നരായ ഒരു തലമുറ ഇവിടെ ഉണ്ടാകണം. അത് SKSF ക്യാമ്പയിൻ നടത്തി കബലാന്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. കാരണം നമ്മളെ കുട്ടികൾ പഠിക്കണം, വിദ്യാഭ്യാസപരമായി വളരണം. എത്രത്തോളം അറിയോ? സ്കൂളുകളിൽ ഏത് സഹായം വേണമെങ്കിലും ഉന്നതമായ IAS സ്ഥലങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള വിവിധ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് SKSF മുന്നേറുകയാണ്. അതിന് വേണ്ടുന്ന പ്രോത്സാഹനവും പ്രചോദനവും സാധാരണക്കാർ നൽകുകയാണ്. അതൊക്കെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്, അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയാണ്, നമ്മൾ കഴിവിന്റെ പരമാവധി മക്കളെ പഠിപ്പിക്കണം. പഠിപ്പിച്ച് ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരായി മാറണം. കാരണം അത് ആവശ്യമാണ്, അത് ആവശ്യമാണ്. പക്ഷേ ഇപ്പുറത്ത് അത്യാവശ്യമുള്ളത് മറക്കരുത് എന്ന് മാത്രം. ആവശ്യമുള്ളതിന്റെ തിരക്കിനിടയിൽ നമുക്ക് ആധുനിക ലോകത്ത് ഇന്ന് പലർക്കും സംഭവിച്ചു പോകുന്ന ഒരു ദുരന്തം, ആവശ്യമുള്ളതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ അത്യാവശ്യമുള്ളത് മറന്നു പോകുന്നുണ്ടോ എന്ന ഭയമാണ്. ആളുകൾ ഉദാഹരണം പറയാറുണ്ടല്ലോ, ആവശ്യമുള്ളതിന്റെ തിരക്കിനിടയിൽ അത്യാവശ്യമുള്ളത് മറക്കുക. ഏതാ ആവശ്യമുള്ളത് തന്നെ സ്കൂൾ പഠിക്കണം, SLC പഠിക്കണം, മറ്റേ +2 പഠിക്കണം, ഡിഗ്രിക്ക് പഠിക്കണം. അവസാനം നമ്മുടെ രാജ്യത്ത് ജില്ലാ കലക്ടർമാരാകുന്ന നമ്മളെ മക്കളാവണം. രാജ്യത്തെ SIമാരും പോലീസുമാരും അതേ പ്രകാരം ഓഫീസിൽ വലിയ വലിയ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ മക്കളാവണം. നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെ ഈ ഉമ്മത്തിൽ ആവശ്യമാണ്. എന്തും ചെയ്തോളൂ, പക്ഷേ അള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് അതൊക്കെ പഠിപ്പിക്കുന്നത്. കൂലിണ്ടാവും, ഒരു സംശയവും വേണ്ട. അതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്റെ സഹോദരങ്ങളെ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അള്ളാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തട്ടെ. അതിലൂടെ വരുന്ന മക്കൾ ഒരു ഉഖ്റവിയായ പണ്ഡിതന്മാര് മാത്രമല്ലല്ലോ, ലോകത്തിന്റെ നാനാദിക്കിലും വലിയ വലിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ബൗദ്ധിക അഭ്യസ്ത വിദ്യരായ ആളുകൾ ഹുദവികളാണ്, വാഫികളാണ്. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തട്ടെ. അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ വളരെ ആവശ്യമാണ്. പക്ഷേ ആവശ്യമുള്ളതിന്റെ തിരക്കിനിടയിൽ അത്യാവശ്യമുള്ളത് മറക്കരുത് എന്ന് മാത്രം. പണ്ട് കുറെ കുട്ടികൾ തമാശ പറയാറുണ്ട്. പണ്ട് കുറെ കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ്, തോണി കടന്നിട്ടാ പോണ്, തോണി കൂടി പുഴ കടന്ന് പോകണം. തോണി കൂടി പോകുമ്പോ തോണി കുത്തണ സാധു മനുഷ്യണ്ടല്ലോ, അയാളോട് ഈ കുട്ടികൾ ചോദിച്ചാലോ, അല്ല കാക്ക നിങ്ങൾ ഇങ്ങനെ തോണി കുത്തി നടന്നാൽ മതി, എക്കാലത്തൊക്കെ വിദ്യാഭ്യാസം വേണ്ടേ, നിങ്ങൾക്ക് സോഷ്യോളജി അറിയോന്ന് ചോദിച്ചാലോ? അപ്പൊ ബാക്ക പറഞ്ഞാലോ, എനിക്ക് സോഷ്യോളജി ഒന്നും അറിയില്ല കുട്ടികളെ, എനിക്ക് തോണി കുത്തലെന്നെ അറിയുള്ളൂ പറഞ്ഞാലോ. പിന്നെ കുട്ടികൾ ആരോ ചോദിച്ചാലോ, കാക്ക ഈ തോണി കുത്തിങ്ങനെ നടന്നാ, അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞാലോ, നിങ്ങളെ ജീവിതത്തിന്റെ കാൽ ഭാഗം പോയി കാക്ക അറിഞ്ഞാലോ. പിന്നെ ഈ കുട്ടികളോട് ചോദിച്ചാലോ, അല്ല കാക്ക നിങ്ങൾക്ക് ബയോളജി അറിയാമെന്ന് ചോദിച്ചാലോ. അവസാനം പറഞ്ഞ മക്കളെ അതൊന്നും ചോദിച്ച് എന്നെ പേടിപ്പിച്ചാൽ എനിക്കതൊന്നും അറിയില്ല, എനിക്കാകെ അറിയണ്ട കുട്ടികളെ പോറ്റാൻ ഈ തോണിത്തരി. അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ മഴ പെയ്തു, വെള്ളം ഇങ്ങനെ അടുക്കാൻ തുടങ്ങി, തോണി മുങ്ങാൻ പോവുകയാണ്.
മുങ്ങാൻ പോകുന്ന സമയത്ത് കാക്കാക്ക് മനസ്സിലായി അപകടമാണ്, മുങ്ങാൻ പോവുകയാണ്, ജീവൻ രക്ഷിക്കാൻ കഴിയില്ല, നീന്തൽ അറിയെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും. കാക്കന്ത് എഴുതി കുട്ടികളോട് ചോദിച്ചാലോ, അല്ല മക്കളെ, നിങ്ങളൊക്കെ ഈ പല കോളേജും പഠിക്കാൻ വേണ്ടി പരക്കം പകണിന് അടിയിൽ കൂടി നിങ്ങൾ നീന്തോളജ് പഠിച്ചിക്കണമെന്ന് ചോദിച്ചാലോ. ആ കുട്ടികൾ പറഞ്ഞാലോ, ഇല്ല ഞങ്ങൾ അത് മാത്രം പഠിച്ചിട്ടില്ല, ഞങ്ങളെ ജീവിതം മുഴുവൻ ഇപ്പൊ പോകട്ടാറിഞ്ഞല്ലോ. അപ്പോൾ ആ കുട്ടിയൊക്കെ മനസ്സിലായത് ആവശ്യമായത് നേടാനുള്ള തിരക്കിനിടയിൽ അത്യാവശ്യമുള്ളത് മറന്നാൽ അവസാനം അപകടത്തിൽ ചാടും. അങ്ങനെ അതുകൊണ്ട് ഉമ്മാക്ക് രോഗിയായപ്പോ ബാപ്പാക്ക് രോഗമായപ്പോ അവരെ നോക്കാൻ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്തിട്ട്, ഇതെന്റെ ബാപ്പയാണ്, നിങ്ങൾ നോക്കണം, മരിച്ചാൽ നിങ്ങൾ മറവ് ചെയ്തോ, പണം ഞാൻ എത്തിച്ചു തരാ എന്ന് പറഞ്ഞ ഉമ്മയെ ബാപ്പയെ വൃദ്ധസദനങ്ങളിലാക്കി മകനും മകളും ഭാര്യയും കൂടി വന്ന സുന്ദരമായ കാറിൽ രണ്ടുപേരും തിരിച്ചു പോരുമ്പോ മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് മക്കള് പോകുന്ന കണ്ട് കണ്ണീര് വാർക്കുന്ന മുസ്ലിം സമൂഹമേ, എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആവശ്യമുള്ളത് നേടുന്ന തിരക്കിനിടയിൽ അത്യാവശ്യമുള്ളത് മറന്നുപോയതാ. അത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇസ്ലാമാണ്, പരിശുദ്ധ ശരീഅത്തിന്റെ നിയമങ്ങളാ. അതുകൊണ്ട് SKSSFന്റെ ഒന്നാമത്തെ മുദ്രാവാക്യം വിജ്ഞാനം പഠിക്കണം, നന്നായി പഠിപ്പിക്കണം. ഭൗതിക രംഗ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെട്ടു. ആരാണ് ഈ മകൾ? ആരാന്നറിയോ? 10 മാസം മോളെ ഉമ്മ മൂത്രിക്കാനോ കാഷ്ടിക്കാനോ പോയിട്ട് കണ്ണുനീരോട് കൂടി നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയ ഉമ്മയാണ്. കാരണം നീ വയറ്റിലുള്ളതാണ് മോളെ. കാരണം രാത്രി കിടന്നുറങ്ങുമ്പോൾ നിന്റെ ഉമ്മക്ക് ഉറക്ക് വന്നിട്ടില്ല മോളെ, നീ വയറ്റിലുണ്ടായതാണ്. കാരണം നിന്നെ പ്രസവിക്കാൻ നിന്റെ ഉമ്മ സഹിച്ച ത്യാഗം എത്രയാണ് മോളെ. പിന്നെ നിന്നെ പ്രസവിച്ച ശേഷം 1.5 വർഷത്തോളം നിന്റെ മൂത്രപ്പര നിന്റെ ഉമ്മാന്റെ മാറിടമല്ല പൊന്നു മോളെ. നിന്റെ മോനെ നീ കാഷ്ടിച്ചത് ഉമ്മാന്റെ മടിത്തട്ടിലല്ലേ. ഇന്ന് രോഗിയായ ആത്രിച്ചപ്പോ വടി കൊണ്ടടിക്കുന്ന മോനെ മോളെ, നിന്നെ അന്ന് നിന്റെ ഉമ്മ പ്രഹരിച്ചിട്ടില്ല. എന്തേ ഈ മകളുടെയോ മകന്റെയോ മനസ്സിലേക്ക് ആ ചിന്ത വരാത്തത്? അവൻ ആരാണ് ഉമ്മ എന്നറിയില്ല, അവൻ ആരാണ് ഉപ്പ എന്നറിയില്ല. അവൻ അറിയുന്നത് ഒന്നാണ്, ഉമ്മാന്റെ അണ്ടത്തിനെ കുറിച്ചറിയാ, മാതാവിന്റെ അണ്ടവും ബാപ്പാന്റെ ബീജവും സങ്കലിച്ചതിനെ കുറിച്ച് അവൻ അറിയാ, ഭ്രൂണ വളർച്ചയെ കുറിച്ച് അവൻ അറിയാമെന്നല്ലാതെ എൻ്റെ ഉമ്മാനെ ഇങ്ങനെ ബഹുമാനിക്കണമെന്ന് അവൻ അറിയില്ല. കാരണം 5ാം ക്ലാസ് വെച്ച മദ്രസ നിർത്തിയവനാ, 6ാം ക്ലാസ് വെച്ച മദ്രസ അവസാനിപ്പിച്ചവരാ, സ്കൂളിൻ്റെയും അതേ പ്രകാരം ട്യൂഷൻ്റെയും പേര് പറഞ്ഞ് ദീനീ പഠനം ചുരുക്കിടക്ക് വെച്ച് നിർത്തിയവരാ. അവർക്കറിയില്ല ആദരവ് എങ്ങനെയാണ്, ബഹുമാനം എങ്ങനെയാണ്. നേരെ മറിച്ച് മതം പഠിച്ച ഒരു വിദ്യാർത്ഥി, മതം പഠിച്ച് കൃത്യമായി മദ്രസയിൽ പഠിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു മോന്, ആ മോന് പിന്നോട് ഉപ്പ പറഞ്ഞു, മോനെ നമ്മളെ നാട്ടിൽ SKSSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുണ്ടടാ, നീ പുറത്തിറങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പുറത്തിറങ്ങിയാൽ നമ്മളെ നാട്ടിലെ SKSSFന്റെ പ്രവർത്തകനായി നീ മാറണം. അത് കണ്ണിയത്ത് ഉസ്താദ് തന്ന സംഘടനയാണ് മോനെ, അത് ശംസുൽ ഉലമ തന്ന സംഘടനയാണ് മോനെ, അത് പാണക്കാട്ട് സയ്യിദന്മാർ ആശ്വദിച്ച മക്കളെ പോലെ ലാളിച്ച് വളർത്തിയ സംഘടനയാണ് കുഞ്ഞിമോനെ. അതുകൊണ്ട് ആ പതാക പിടിച്ച് നമ്മളെ നാട്ടിലെ സഹചാരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന SKSSFന്റെ പ്രവർത്തനത്തിന് വേണ്ടി സജീവമാകുന്നത് എനിക്ക് കാണണമടാ, കണ്ടു മരിക്കണമടാ എന്ന് പറയുന്നവര് ബാപ്പയായിരുന്നെങ്കിൽ ഉമ്മമാരെ ആദരവാ മക്കൾക്ക് അറിയിപ്പിച്ചാൽ താല്പര്യം കാണിച്ചു. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന മകനോട് പുറത്തിറങ്ങണ്ട എന്ന് ഇക്കാലത്ത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റോ? പഴയ കാലത്ത് മക്കൾ കുരുത്തക്കേട് കളിച്ച വാപ്പ പറയും, അടങ്ങിന്നോ നീ ആ പെരീന്ന് പുറത്താക്കുന്ന, പെരീന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ പേടിയാ. ഇപ്പോഴോ അങ്ങനെ പെരീന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ കുട്ടികൾ പറയും, ഞാൻ നിങ്ങളുടെ അവത്തേക്ക് വരലില്ലല്ലോ, ആക്കണമെങ്കിൽ ഇവിടെ വേണ്ടേ, ഞാൻ എവിടെ മക്കള് പെരീൽ. ഒരു തരം വന്ന ബുദ്ധികളുടെ ലോകം. അങ്ങനത്തെ ഒരു കാലം. ഈ കുട്ടികളോട് നീ അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞ ആര് പറഞ്ഞതാ കാര്യം? നടക്കൂല. നേരെ മറിച്ച് ചെയ്യേണ്ട വഴി എന്താണെന്നറിയോ? പുറത്തേക്ക് ഇറങ്ങണ്ട എന്നല്ല,
മോനെ പുറത്തു പോയിക്കോ, പക്ഷേ നിനക്ക് പ്രവർത്തിക്കാൻ ഒരു മാർഗരേഖയുണ്ട്, അവിടെ നിൽക്ക് മോനെ, അതിലൂടെ പ്രവർത്തിക്ക്, അതിന് വേണ്ടി നീ അധ്വാനിക്ക്, അതിന് വേണ്ടി നീ പ്രവർത്തിക്ക് മോനെ. മഹാനായ ശൈഖുന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന മഹാനായ ശൈഖുന കോട്ടുമല ഉസ്താദ്, അല്ലാഹു ഉഖ്റവിയായ ദർജ ഉയർത്തി കൊടുക്കട്ടെ. യോഗത്തിന് പോകുമ്പോ മൂത്ര സംബന്ധമായ രോഗമുണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി മൂത്രമൊഴിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ശൈഖുന കോട്ടുമല ഉസ്താദ് ഒന്നാഗ്രഹിച്ചു, ഞാൻ മരിച്ചാൽ ഈ വഴിയിലൂടെ എൻ്റെ മക്കളെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചത് കൊണ്ടല്ലേ ആ മഹാന്റെ വഫാന്ന് വരുന്നത്. മഹാനായ ശൈഖുന കോട്ടുമല വാപ്പു മുസ്ലിയാർ റബീഉൽ ആഖിറിലല്ലേ ലോകത്തോട് വിട പറഞ്ഞത്. ഒരുപ്പ മരണപ്പെട്ടപ്പോ മകൻ ആ സ്ഥാനത്തേക്ക് വരാനുണ്ടായ കാരണം പാപ്പാന്റെ ആത്മാർത്ഥതയാണ്. റബ്ബേ, എന്നെ പോലെ എൻ്റെ കുട്ടിയാകണം, എന്നെ പോലെ എൻ്റെ കുട്ടി നിസ്കരിക്കുന്നവനാകണം, എന്നെ പോലെ എൻ്റെ കുട്ടി സമസ്തയെ സ്നേഹിക്കുന്നവനാകണം, എന്നെ പോലെ എൻ്റെ കുട്ടി അള്ളാനെ പേടിക്കുന്നവനാകണം. അതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് വഴിയാണ് ശംസുൽ ഉലമ ഏർപ്പെടുത്തി തന്നത്. അതാണ് SKSSF എന്ന് പറയുന്ന പഞ്ചാക്ഷര സംഘടന. അതുകൊണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മുടെ തലമുറയെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.